നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചൊരു ടോപ്പിക് നമുക്ക് ഇന്ന് ഫ്രണ്ട് പേജിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. സോ ഒരു ടോപ്പിക് ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആംഗിളിലും അതേപോലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എനിവേ സെക്കൻഡ് ടോപ്പിക് വികസിത് ഭാരത് ഇവന്റിനെ കുറിച്ചിട്ടാണ്. സോ ആ ഒരു ടോപ്പിക് ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ GS പേപ്പർ 2 റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എക്കണോമിക്സ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ എക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രസ് മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളും ഈ പറഞ്ഞ പോലെ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ ആണ് ഇപ്പോഴത്തെ പ്രസന്റ് ഈ പറഞ്ഞ പോലെ വരാൻ പോകുന്ന പ്രിലിംസിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൽപ്പിക്കപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. കാരണം എസ്പെഷ്യലി ഈ ഒരു വർഷം നമ്മുടെ ലോക്സഭ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അതായിട്ട് അസോസിയേറ്റഡ് ഇലക്ഷനും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് നമുക്ക് പ്രിലിംസിന്റെ ചോദ്യങ്ങൾ വരാൻ വളരെ ചാൻസസ് ഉണ്ട്. സോ അവിടെ ഇലക്ഷൻ കമ്മീഷൻ ദെൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോ ആ ഒരു ടോപ്പിക്കാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവർണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അതിന്റെ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. സോ ഇതെല്ലാം ശേഷം ലാസ്റ്റ് നമ്മൾ ഇന്ന് കാണുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു MCQ കൂടെ ബേസിക്കലി ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ MCQ ആയിട്ട് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ഒരു PYQ ആണ്. ഓൾറെഡി പറഞ്ഞ പോലെ UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കമ്പയർഡ് ടു ഇലക്ഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ PYQ ആയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ടോപ്പിക് ആയിരിക്കും നമ്മൾ ഇന്നത്തെ DNA-ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് നമ്മുടെ ഒരു മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരള ഒബ്സ്ട്രക്ടിംഗ് മുല്ലപ്പെരിയാർ ഡാം വർക്ക് സേസ് തമിഴ്നാട് ടു സുപ്രീം കോർട്ട് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ് ബേസിക്കലി നമുക്കിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് മുല്ലപ്പെരിയാർ. നിങ്ങൾ ഇങ്ങനെ ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും അതിനകത്ത് കീവേഡുകൾ ഐഡന്റിഫൈ ചെയ്ത് വേണം വാർത്ത മുന്നോട്ട് വായിച്ചു പോകേണ്ടത്. ഇതിന്റെ സബ്ജക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഡിസ്കഷൻ പോകുന്നത്. പിന്നെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഡിസ്കഷൻ വരുന്ന കാരണം നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 GS പേപ്പർ 1 ജോഗ്രഫിയുടെ പോയിന്റും കൂടെ ഇതിനകത്ത് ഡിസ്കഷൻ പോകേണ്ടതുണ്ട്. ഓക്കെ, സോ എനിവേ നമുക്കത് ഓരോന്നും മുന്നോട്ട് പോകാം, ഓരോ ടോപ്പിക്കും കണ്ടുപോകാം. സോ ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ഒരു ഫോട്ടോ പിക്ചറൊക്കെ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവും. പലതവണ ന്യൂസ് പേപ്പറിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ TVസിലൊക്കെ തന്നെ ന്യൂസുകളിലൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ എനിവേ ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുമ്പോൾ ഓൾറെഡി അതൊരു PYQ ക്വസ്റ്റ്യൻ കൂടിയാണ്. ജോഗ്രഫിയുടെ PYQs എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് കാണാൻ സാധിക്കും. അത് പക്ഷേ അന്നൊരു സിമ്പിൾ ചോദ്യമായിട്ടാണ് ചോദിച്ചത്. മുല്ലപ്പെരിയാർ ഡാം ഈ പറഞ്ഞ പോലെ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏത് നദിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അന്ന് ചോദ്യം ഉണ്ടായിരുന്നത്. സോ അതിപ്പോൾ നമുക്ക് എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി അറിയാനായിട്ട് സാധിക്കും. മുല്ലപ്പെരിയാർ ഡാം ബേസിക്കലി സിറ്റുവേറ്റഡ് ഓൺ പെരിയാർ റിവർ ഇൻ തേക്കടി ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ആ ഒരു മുല്ലപ്പെരിയാർ ഡാം ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഡാമുകൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഗ്രാവിറ്റി ഡാം ഉണ്ട്, അതേപോലെ ഈ പറഞ്ഞ എർത്തൻ ഡാം ഉണ്ട്. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഡാമുകൾക്ക് കൊടുക്കാൻ സാധിക്കും. മുല്ലപ്പെരിയാർ ഡാം ബേസിക്കലി പറയുകയാണെങ്കിൽ മേസൺട്രി ഗ്രാവിറ്റി ഡാം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിന്റെ ലൊക്കേഷൻ ബേസിക്കലി 881 മീറ്റർ എബോവ് സീ ലെവലിലാണ് മുല്ലപ്പെരിയാർ ഡാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദ കാർഡമം ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. ആ പോയിന്റ് ജോഗ്രഫിക്ക് ഓർത്തിരിക്കണം. വെസ്റ്റേൺ ഗാർഡ്സിലെ കാർഡമം ഹിൽസിലാണ് മുല്ലപ്പെരിയാർ ഡാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഡാം ഈസ് ബിൽറ്റ് ഇൻ ദ കോൺഫ്ലുവൻസ് ഓഫ് മുല്ലയാർ ആൻഡ് പെരിയാർ റിവർ. ഈ രണ്ട് നദികൾ ചേരുന്ന പോയിന്റിൽ വെച്ചിട്ട് കൺഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ മുല്ലപ്പെരിയാർ എന്നുള്ള പേര് വരാൻ കാരണമെന്നൊക്കെ പറയാറുണ്ട്. സോ എനിവേ മുല്ലയാർ ആൻഡ് പെരിയാർ റിവർ ഈ രണ്ട് നദികൾ ചേരുന്ന കൺഫ്ലുവൻസ് ചെയ്യുന്ന പോയിന്റിലാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൺസ്ട്രക്ഷൻ 1887 അപ്പോൾ ബേസിക്കലി ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കാര്യം ഓർക്കണം. 1887 ആണ്. കംപ്ലീറ്റ് ചെയ്തത് 1895 അപ്പോൾ അത്രത്തോളം പഴക്കമുള്ള ഒരു ഡാം കൂടിയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിന് നേതൃത്വം വഹിച്ചത്, ഇതിന്റെ കൺസ്ട്രക്ഷൻ നേതൃത്വം വഹിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് ആയിരുന്ന അണ്ടർ ലീഡർഷിപ്പ് ഓഫ് പെന്നിക്വിക് ആണ്. ഓക്കെ, ജോൺ പെന്നിക്വിക് ആണ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ മേധാവിത്വമൊക്കെ തന്നെ വഹിച്ചെന്നുള്ള കാര്യം ഓർക്കണം. ഹൈറ്റ് ഓൾമോസ്റ്റ് 53 മീറ്റർ ആണ്. ദെൻ ലെങ്ത് 365 മീറ്ററും ഏകദേശം ലെങ്ത് പറയാനായിട്ട് പറ്റും. ദെൻ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇത്രയും ഫേമസ് ആക്കി മാറ്റിയത്. കാരണം ദ ഡാം വാസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ലൈം സ്റ്റോൺ ആൻഡ് സുർക്കി. നമ്മൾ പലപ്പോഴും വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ലൈം സ്റ്റോണും സുർക്കി മിക്സറും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെയുള്ള സിമെന്റിന്റെ ഉപയോഗമൊന്നും ബേസിക്കലി അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. സുർക്കി മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺഡ് ബ്രിക്ക് പൗഡറും അതേപോലെ മിക്സർ ഓഫ് ഷുഗർ ആൻഡ് കാൽസ്യം ഓക്സൈഡ്. ബേൺഡ് ബ്രിക്ക് പൗഡറും ഷുഗറും കാൽസ്യം ഓക്സൈഡിന്റെ മിക്സറിന് വിളിക്കുന്ന പേരാണ് സുർക്കി മിക്സർ. ഈ സുർക്കി മിക്സറും ലൈം സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ആൻഡ് ദ ഡാംസ് പർപ്പസ് ബേസിക്കലി എന്തിനാണ് ഇങ്ങനെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ജോഗ്രഫി ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. തമിഴ്നാട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ലീവേർഡ് സൈഡാണ്, അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അങ്ങോട്ടേക്ക് പലപ്പോഴും ഈ പറഞ്ഞാൽ നമുക്ക് മൺസൂണിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും തമിഴ്നാട് ഏരിയാസിൽ വളരെ ഈ പറഞ്ഞ ഡ്രൈ സീസൺ ആയിരിക്കും കാണാൻ സാധിക്കുക. കാരണം ബിക്കോസ് ആ വെസ്റ്റേൺ ഗാർഡ്സിന്റെ പ്രസൻസ് മൂലം മഴ മുഴുവൻ അല്ലെങ്കിൽ റെയിൻ മുഴുവൻ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ആ ഒരു കേരള ആ ഒരു കോസ്റ്റ് കേന്ദ്രീകരിച്ച് വരികയും ഇപ്പുറത്തെ ലീവേർഡ് സൈഡാണ്, തമിഴ്നാടിന്റെ ഏരിയയിൽ ലീവേർഡ് സൈഡാണ്. അപ്പോൾ ആ ഒരു ഡ്രൈ സ്പെൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കൃഷി നല്ല രീതിയിൽ നടത്താനായിട്ട് ഈ മുല്ലപ്പെരിയാറിനെ ഡാം ഉപയോഗിച്ചിട്ട് വാട്ടറിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഡാംസ് പ്രൈമറി പർപ്പസ് വാസ് ടു ഡൈവേർട്ട് ദ വാട്ടേഴ്സ് ഓഫ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് പെരിയാർ ഈസ്റ്റ്വേർഡ് ടു എയറിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്പെൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ ഏരിയസ് ആയിട്ടുള്ള തേനി, മധുര, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങിയ
ഡിസ്ട്രിക്ട്, തമിഴ്നാട് ഡിസ്ട്രിക്ട്സ് ആണ്. ഇങ്ങടേക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതായിരുന്നു ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രൈമറി പർപ്പസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഈവൻ ദോ നമ്മൾ ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്, ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലാണെങ്കിൽ പോലും ബട്ട് ഇതിന്റെ ഓപ്പറേഷണൽ അതോറിറ്റി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, തമിഴ്നാടിനാണെന്നുള്ള കാര്യം ഓർക്കണം. ഓൺ ദ ബേസ് ഓഫ് ഒരു ലീസ് എഗ്രിമെന്റ് ഉണ്ട്, 991 ലീസ് എഗ്രിമെന്റ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇങ്ങനെയും ചോദിക്കാം 991 ലീസ് എഗ്രിമെന്റ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇസ് റിലേറ്റഡ് വിത്ത് എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നമ്മുടെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, സോ എനിവേ എക്കോളജി പോയിന്റ് ഓഫ് വ്യൂ ഓർക്കണം, പെരിയാർ നാഷണൽ പാർക്ക് എവിടെയാണുള്ളത്, ഈ ഡാമിന്റെ റിസർവോയറിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ആൻഡ് ഇത് നമ്മളിപ്പം പറഞ്ഞു, ഓൾദോ ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ കേരള, ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ദ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് ആണ്. ആസ് പെർ ദ 991 ഇയർ ലീസ് എഗ്രിമെന്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ദാറ്റ്സ് ഓപ്പറേഷൻ റൈറ്റ്സ് വർ ഹാൻഡഡ് ഓവർ ടു തമിഴ്നാട്. അന്ന് തമിഴ്നാടിന് കൊടുത്താണ് ആ ഒരു ഓപ്പറേഷൻ റൈറ്റ്സ് എന്നുള്ളൊരു പോയിന്റും കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ജോഗ്രഫിയുടെ ആസ്പെക്റ്റിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇന്റർസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ടുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പം വാർത്ത തന്നെ അത് തന്നെയാണല്ലോ. ഇപ്പം തമിഴ്നാട് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, ഇതിന്റെ ഈ ഒരു ഡാമിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യാൻ കേരളം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്പ്യൂട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള റിവർ ഡിസ്പ്യൂട്ടുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു ആർട്ടിക്കിൾ തന്നെയുണ്ട്, ആർട്ടിക്കിൾ നമ്പർ 262. അത് മനസ്സിലാക്കിയിരിക്കണം. ആർട്ടിക്കിൾ നമ്പർ 262 ആണ് ഇത്തരത്തിലുള്ള റിവർ ഡിസ്പ്യൂട്ടുകളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, Parliament may by law provide for the adjudication of any dispute or complaint with respect to the use, distribution or control of waters of or in any interstate river or river valley. River valley, interstate river ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ വാട്ടേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, യൂസ് ആയിക്കോട്ടെ, കൺട്രോൾ ആയിക്കോട്ടെ, ഇവ മൂലം ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പാർലമെന്റിനാണ് ലോ ഉണ്ടാക്കാനുള്ള അധികാരമുള്ളത്. അത് ഏത് ആർട്ടിക്കിളിനകത്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 262. അല്ലാണ്ട് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സിന് അല്ല എന്നുള്ള പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. അതിലൊക്കെ തന്നെ ഓർഡർ കൊണ്ടുവരാനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണുള്ളത്. So Parliament may by law also provide that neither the Supreme Court nor any other court shall exercise jurisdiction in respect of any such dispute or complaint as mentioned above. അപ്പോൾ ഇത്തരത്തിൽ റിവർ ഡിസ്പ്യൂട്ടുകളിലൊക്കെ തന്നെ, ഇന്റർസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ടുകളിലൊക്കെ തന്നെ വിധി പ്രഖ്യാപിക്കാനായിട്ട് ആർക്ക് അധികാരമില്ല? സുപ്രീം കോടതികൾക്ക് അധികാരമില്ല. ഇപ്പം ബേസിക്കലി നിങ്ങൾ ഇപ്പം സംശയം വന്നേക്കാം, ഇപ്പം എന്തുകൊണ്ടാണ് തമിഴ്നാട് സുപ്രീം കോടതി പോയിരിക്കുന്നത്? അത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ്, അല്ലാണ്ട് ആ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു നദിയിലൂടെ പോകുന്ന അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിധി പ്രഖ്യാപിക്കാൻ ആർക്ക് പറ്റത്തില്ല? സുപ്രീം കോടതിക്ക് പറ്റത്തില്ല. അത് ആർക്കാ പറ്റുള്ളൂ? പാർലമെന്റിനാണ്. പാർലമെന്റിന് ഒരു ലോ മുഖാന്തരം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആക്ച്വലി പാർലമെന്റിന് ചെയ്യാൻ സാധിക്കുന്ന ഈ ആർട്ടിക്കിൾ 262 പ്രകാരം പാർലമെന്റിന് ചെയ്യാൻ സാധിക്കുന്ന ഈ ഇന്റർസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ട്സിന്റെ ഒരു ട്രിബ്യൂണലിനെ വേണമെങ്കിൽ രൂപീകരിക്കാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് ഇപ്പം കാവേരി നദിയിലെ ആ ഒരു ജലത്തിന്റെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തയിൽ കാണുന്നുണ്ട്, കർണാടകവും തമിഴ്നാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയുള്ള നദികളുമായി അങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇപ്പം ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസ് ബേസിക്കലി ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാവേരി നദിയുണ്ട്, ദെൻ അങ്ങനെ ഒരുപാട് നദികളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വാർത്തകളിലൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ബേസിക്കലി ആർട്ടിക്കിൾ 262 പ്രകാരം ഇന്റർസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസ് ബേസിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിവർ ബോർഡുകൾ ബേസിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പാർലമെന്റിന് സാധിക്കും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ ആസ് പെർ ആർട്ടിക്കിൾ 262 പാർലമെന്റ് ഹാസ് എനാക്ടഡ് എന്തൊക്കെ കാര്യങ്ങളാണ് പാർലമെന്റ് ഇതുവരെ ചെയ്തിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവർ ബോർഡ് ആക്ട് 1956 രൂപീകരിച്ചിട്ടുണ്ട്. ദിസ് എംപവർഡ് ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് റിവർ ബോർഡ്സ് ഫോർ ഇന്റർസ്റ്റേറ്റ് റിവേഴ്സ് ആൻഡ് റിവർ വാലി. അപ്പൊ അങ്ങനെയുള്ള ആക്ട് രൂപീകരിച്ചിട്ടുണ്ട്. റിവർ ബോർഡ് ആക്ട് 1956 ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ആക്ടിന്റെ പിൻബലത്താൽ നാളിതുവരെ ദർ ഹാസ് ടിൽ ഡേറ്റ് നോ റിവർ ബോർഡ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇൻ ഇന്ത്യ. ആ പോയിന്റ് ഒക്കെ ഒന്ന് പ്രിലിംസിന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1956 പാസ്സാക്കിയിട്ടുണ്ട്. ഈ ആക്ടിന്റെ പിൻബലത്തിലാണ് നമ്മൾ എന്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ട്രിബ്യൂണൽസിനെ, സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസിനെ ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഈ ട്രിബ്യൂണൽസിനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. ആദ്യമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനായിട്ട് ആദ്യം ശ്രമിക്കും. അവിടെ കൊണ്ട് നടന്നില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഡസ് നോട്ട് വർക്ക്, ആ മീഡിയേഷൻ വർക്ക് നടന്നില്ലെങ്കിൽ മാത്രമേ എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ? ട്രിബ്യൂണൽസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കണം, സുപ്രീം കോർട്ട് ഷാൽ നോട്ട് ക്വസ്റ്റ്യൻ ദ അവാർഡ് ഓർ ഫോമുല ഗിവൺ ബൈ ട്രിബ്യൂണൽ. അതായത് ഈ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ട്രിബ്യൂണൽ എന്തെങ്കിലും ഫോമുല പറയും, ഈ തർക്കം ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയും, അതിൽ ആർക്ക് ഇടപെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതിക്ക് പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ക്വസ്റ്റ്യൻ ദ വർക്കിംഗ് ഓഫ് ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിലെ വർക്കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ട്രിബ്യൂണൽ അവാർഡ് ചെയ്യുന്ന ആ ഒരു അവാർഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആ വിധി, ആ ഫോർമുലയെ കുറിച്ചിട്ട് ആർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല? സുപ്രീം കോടതിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സോ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സെക്കൻഡ് ആർട്ടിക്കിൾ ആണ് വികസിത് ഭാരതമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. ഈ ഒരു ആർട്ടിക്കിൾ പ്യുവർലി ഒരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. കാരണം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രൊവിഷൻ വന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കും ഈ വികസിത് ഭാരതം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസിന് ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് പഠിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഓക്കെ,
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബഡ്ജറ്റിനകത്ത് ഒരുപാട് ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് വികസിത് ഭാരത് 2047. ആ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഒരു അജണ്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2047 ഡെവലപ്ഡ് നേഷനായിട്ട് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വർഷം. സോ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം, ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ വികസിത് ഭാരത് 2047 അജണ്ട കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ വിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എൻകോമ്പസ് ചെയ്യുന്ന ഏരിയാസ് ഓഫ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, സോഷ്യൽ പ്രോഗ്രസ്, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ആയിരിക്കണം, ഗുഡ് ഗവേണൻസ്. ഈ 4 മേഖലകൾ നമ്മൾ കൃത്യമായിട്ടും ഫോക്കസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 പില്ലേഴ്സ് ഓഫ് വികസിത് ഭാരത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 പില്ലേഴ്സ് ഓഫ് വികസിത് ഭാരത് ഒക്കെ വേണമെങ്കിൽ പ്രിലിംസിന് ചോദിക്കാം. ആരെയൊക്കെയാണ് പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? യൂത്ത്, ഗരീബ് പുവർ, മഹിള വുമൺ, അതേപോലെ കിസാൻ ഫാമേഴ്സ്. ഈ 4 ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ 4 പില്ലേഴ്സ് ഓഫ് വികസിത് ഭാരത് ആയിട്ട് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? യുവ, ഗരീബ്, മഹിള ആൻഡ് കിസാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള എക്കണോമിക് ഗ്രോത്തുകൾ കൊണ്ടുവരിക, സോഷ്യൽ പ്രോഗ്രസ് കൊണ്ടുവരിക, എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗുഡ് ഗവേണൻസ്. ഈ രീതിയിലായിരിക്കണം ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ 2047 ആകുമ്പോഴേക്കും ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറേണ്ടത് എന്നുള്ളതാണ് വികസിത് ഭാരത് 2047 അജണ്ടയായിട്ട് ബേസിക്കലി പരാമർശിക്കേണ്ടത്. ഈ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി, കാരണം ഇത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ദെൻ അതേപോലെ ഇവിടെ കുറച്ചുകൂടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയാണ് കീ ഫോക്കസ് ഏരിയാസ് എഡ്യൂക്കേഷൻ, അതായത് ആ 4 പില്ലേഴ്സ് ഉണ്ടല്ലോ, അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കൊടുക്കണം, ഹെൽത്ത് കെയർ, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്. ഇത്രയും മേഖലകളിലെ കീ ഫോക്കസ് ഏരിയ ആയിട്ടും വികസിത് ഭാരത് 2047 അജണ്ടയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള പോയിന്റും കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇത് എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിൽ ഒരു ആർട്ടിക്കിൾ ആണ്. ഡിസ്ട്രസ് മൈഗ്രേഷൻ, മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൈഗ്രേഷൻ റിവർ ഇറോഷൻ, കീ ഇഷ്യൂസ് അഹെഡ് ഓഫ് പോൾ ഇൻ മാൾഡ, മുർഷിദാബാദ്. അപ്പോൾ ഇവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, എന്നാൽ പോലും നമുക്ക് ഇവിടെ ഒരു കീവേഡ് ഉണ്ട്, ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്നുള്ള കീവേഡ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് കൃത്യമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. കാരണം മൈഗ്രേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ എന്താണ് മൈഗ്രേഷൻ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറുന്നതിനെയാണ് ഈ പറഞ്ഞ പലപ്പോഴും മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മൂവ്മെന്റ് പല കാരണങ്ങൾ കാരണമാകാം. ഇപ്പം ചിലർ ഈ പറഞ്ഞ പോലെ പഠനത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലർ ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായ കാരണത്താൽ ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. ചിലർ നാച്ചുറൽ കലാമിറ്റീസ്, ഇപ്പം നിലവിൽ താമസിക്കുന്ന ഇടങ്ങളിൽ പലപ്പോഴും നാച്ചുറൽ കലാമിറ്റീസ് കാരണം ജീവിക്കാൻ പറ്റാത്ത കാരണം സേഫ് ആയുള്ള ലൊക്കേഷനിലേക്ക് സ്ഥലം മാറുന്ന ആൾക്കാരുണ്ടാവും. ദെൻ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം സ്വന്തം സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം അതിൽ നിന്നും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം ജസ്റ്റ് ലൈക്ക് റോഹിംഗ്യാസിന്റെ എക്സാമ്പിൾ നമ്മൾ കാണുന്നതാണ്. സോ ഇങ്ങനെ പല കാരണങ്ങളാലാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. ഈ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് ഇന്റേണലും ആകാം എക്സ്റ്റേണലും ആകാം. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് വിത്തിൻ ദ കൺട്രിയാണ്. ഇപ്പം ഇന്ത്യക്ക് അകത്ത് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെയാണ് ഇന്റേണൽ മൈഗ്രേഷൻ. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മാറുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള മൈഗ്രേഷനൊക്കെയാണ് നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ വിളിക്കുന്നത്. എന്നാൽ ഇന്ത്യയെ വിട്ട് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെയുള്ള തരം മൈഗ്രേഷൻ, അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാർ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതിനെയൊക്കെയാണ് നമ്മൾ എക്സ്റ്റേണൽ മൈഗ്രേഷൻ അഥവാ അക്രോസ് ദ കൺട്രീസ് ബോർഡേഴ്സ് മൈഗ്രേഷൻ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ആൻഡ് വൺ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഈസ് ദ മൈഗ്രേഷൻ റൈസിംഗ് ഔട്ട് ഓഫ് വേരിയസ്, പല കാരണങ്ങൾ കാരണം നമ്മൾ പറഞ്ഞു. അത് സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളാകാം, എക്കണോമിക് ആകാം, പൊളിറ്റിക്കൽ റീസൺസ് ആകാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റീസൺസും ആകാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. സോ what are the factors, what are the various forms and patterns of migration നമ്മൾ നോക്കുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്റേണൽ മൈഗ്രേഷൻ ഉണ്ട്. ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു മൈഗ്രേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തിൻ എ കൺട്രി. വിത്തിൻ ദ കൺട്രിക്കകത്തുള്ളതാണ് ഇന്റേണൽ. ഔട്ട്സൈഡ് ദ കൺട്രിയാണ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ. ഇനി ഈ ഇന്റേണൽ മൈഗ്രേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അത് പല രീതിയിലുണ്ടാവും. റൂറൽ അർബൻ മൈഗ്രേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഗ്രാമീണ മേഖലയിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള അർബൻ മൈഗ്രേഷൻ. ഇത് പലപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബെറ്റർ ഹെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് വേണ്ടിയിട്ട് അർബൻ ഏരിയസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ജോബ്. ഈ കാരണത്താലായിരിക്കും പലപ്പോഴും റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയസിലേക്ക് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഓൾസോ ദെയർ ആർ ഇൻട്രാ സ്റ്റേറ്റ്, അതായത് ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് തന്നെ നടക്കുന്ന മൈഗ്രേഷൻസ് ഉണ്ട്. അത് പലപ്പോഴും റൂറൽ ടു റൂറൽ ആയിരിക്കും മിക്കവാറും നടക്കുന്നത്. റൂറൽ ടു റൂറൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. ഈ റൂറൽ ടു റൂറൽ കൂടുതൽ നടക്കപ്പെടുന്നത് പലപ്പോഴും നടക്കുന്ന മാരേജ് അലയൻസസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന മൈഗ്രേഷൻസ് മിക്കവാറും എന്തൊക്കെ തന്നെയാണ്? റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ ആണ്. ദെൻ ഇൻഡസ്ട്രിയൽ മൈഗ്രേഷൻ നടക്കാറുണ്ട്. ദെൻ മറ്റൊരു ഇപ്പം ഇന്റേണൽ മൈഗ്രേഷൻ നമ്മൾ പ്ലേസ് ഓഫ് മൈഗ്രേഷൻ വെച്ചിട്ട് പറയുന്നതാണ്. ഇന്റേണൽ എക്സ്റ്റേണൽ ഒക്കെ തന്നെ പലപ്പോഴും പറയുന്നത്. ഇനി ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉണ്ട്. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ താല്പര്യത്താലല്ല നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ജീവിക്കാൻ കൊള്ളത്തില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ വി ആർ ഫോഴ്സ് ടു മൈഗ്രേറ്റ് ടു സംവെയർ എൽസ്. ഒരു സേഫർ പ്ലേസിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. അത് പല കാരണം നമ്മൾ പറയും, വാർ ആകാം, അല്ലെങ്കിൽ പെർസിക്യൂഷൻ,
നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇങ്ങനെ പല കാരണത്താൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത് പലപ്പോഴും എന്താണ്, അതൊരു വോളണ്ടറി ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ ആണ്. ഇത്തരത്തിൽ വാർ, പെർസിക്യൂഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് വിളിക്കപ്പെടുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ടെമ്പററി മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ, പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ടെമ്പററി വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ആ വർക്ക് പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നേക്കാം. അത്തരത്തിലുള്ള മൈഗ്രേഷൻ ആണ് ടെമ്പററി മൈഗ്രേഷൻ. ദെൻ പെർമനന്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ആയിരിക്കും. മീൻസ് അത് പെർമനന്റ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും പെർമനന്റ് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് മാറുന്നത്. ദെൻ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു തരമാണ് റിവേഴ്സ് മൈഗ്രേഷൻ. അതായത് നമ്മൾ നോർമലി പറഞ്ഞില്ലേ, റൂറൽ ടു അർബൻ ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ അർബൻ ഏരിയാസ് എല്ലാം വളരെ കൺജസ്റ്റഡ് ആണ്, ഹൈലി പൊല്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആൾക്കാർ പലപ്പോഴും എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ആ ഒരു ബെറ്റർ ലീവിങ്ങിന് വേണ്ടിയിട്ട് അവർ റൂറൽ ഏരിയാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് റിവേഴ്സ് മൈഗ്രേഷൻ, ബാക്ക് ടു ദർ കൺട്രി ഓഫ് ഒറിജിൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് വിദേശത്തേക്ക് പോയ ആൾക്കാർ അവിടുന്ന് സ്വന്തം നാട്ടിലേക്ക്, രാജ്യത്തേക്ക് വരുന്നു. അതിനൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയാൻ പറ്റും. നമ്മൾ പലപ്പോഴും ആ കോവിഡിന്റെ സമയത്ത് റിവേഴ്സ് മൈഗ്രേഷൻ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഓക്കെ, ദെൻ എന്ത് കാരണത്താലാകാം മൈഗ്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും പറഞ്ഞു എക്കണോമിക് ഫാക്ടേഴ്സ് ആകാം. ഈ ഫാക്ടേഴ്സിനൊക്കെ തന്നെ രണ്ട് രീതിയിൽ ക്ലാസ് ചെയ്യാം, പുഷ് ഫാക്ടേഴ്സും പുൾ ഫാക്ടേഴ്സും. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തള്ളി വിടുന്ന കാര്യങ്ങളായിട്ട് പറയും. അതായത് പോവർട്ടി, നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ പോവർട്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോവർട്ടി, ലോ പ്രൊഡക്ടിവിറ്റി, അൺഎംപ്ലോയ്മെന്റ്, എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഇത് കാരണം ആൾക്കാർ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ പുഷ് ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് പുഷ് ഫാക്ടേഴ്സ്. എന്നാൽ പുൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്ടിങ് ഫീച്ചേഴ്സ് ആണ്. നമ്മൾ മറ്റൊരിടത്തേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുക, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ്. അതായത് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞാൽ ഹയർ വേജസ് ഉണ്ടാകും, അല്ലെങ്കിൽ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല വർക്കിംഗ് കണ്ടീഷൻസ്, ബെറ്റർ അമ്യൂണിറ്റീസ് ഓഫ് ലൈഫ്. ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആൾക്കാരെ അട്രാക്ട് ചെയ്യും ഓരോ സ്ഥലങ്ങളിലേക്ക്. ഇതിനെയാണ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷനും വിശേഷിപ്പിക്കപ്പെടുന്നത്. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആകാം. പലപ്പോഴും മാരേജ്, ഈ മാരേജ് മൂലമുള്ള മൈഗ്രേഷൻ പലപ്പോഴും റൂറൽ ടു റൂറൽ കാണപ്പെടുന്നു, മാരേജുമായിട്ട് അസോസിയേറ്റഡ് ആണ്. എല്ലാം ഇല്ല കേട്ടോ, മിക്കവാറും കാണുന്ന റൂറൽ ടു റൂറൽ ആണ്. ദെൻ കാസ്റ്റ് ബേസ്ഡ് മൈഗ്രേഷൻ, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ നമ്മൾ താമസിക്കുന്നത് വരുന്ന കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പലപ്പോഴും മാറാറുണ്ട്. ദെൻ റിലീജിയസ് ബേസ്ഡ് ആയിട്ട് പെർസിക്യൂഷൻ മൂലം മൈഗ്രേറ്റ് ചെയ്യുന്നത് റോഹിംഗ്യാസിന്റെ എക്സാമ്പിൾ പറയാം. ദെൻ കൾച്ചറൽ ഫാക്ടേഴ്സ് മൂലം മൈഗ്രേറ്റ് ചെയ്യുന്നത് എല്ലാം തന്നെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിന്റെ കീഴിലേക്ക് വരും. ദെൻ അടുത്തതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അതായത് നമ്മൾ താമസിക്കുന്ന രാജ്യത്തൊക്കെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി, വാർ ഒക്കെ മൂലമുള്ള ഇൻസ്റ്റബിലിറ്റീസ് വരുമ്പോഴേക്കും ആൾക്കാർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യും. നമ്മൾ ഒരുപാട് ഇപ്പോൾ വാർത്തയിൽ കേൾക്കാറുണ്ടല്ലോ, അപ്പോൾ സിറിയ ആയാലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആകാം, അല്ലെങ്കിൽ പെർസിക്യൂഷൻ ആകാം, സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾ, ഗവൺമെന്റ് പോളിസീസും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് മൂലമാകാം. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാകാം. മിക്ക സംസ്ഥാനങ്ങളിലെ പല ഗവൺമെന്റുകളും സൺസ് ഓഫ് ദ സോയിൽ പോളിസി എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ആ സംസ്ഥാനത്തൊക്കെയുള്ള, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ജോലി ആ രാജ്യക്കാർക്ക് മാത്രം മതി. ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ആണ് സൺസ് ഓഫ് ദ സോയിൽ. അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലി കണ്ടെത്താൻ പറ്റത്തില്ല. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നതിനൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആകാം. പ്രധാനമായിട്ടും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, ലാൻഡ് ഡിഗ്രേഷൻ, വാട്ടർ സ്കേഴ്സിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. ഇങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സും മൂലം ഈ പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഇടങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് സ്പീച്ചസ് ഫോൾ ഫൗൾ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഈവൻ ഈ ആർട്ടിക്കിളിനകത്ത് ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് അത് നമ്മൾ നോക്കണ്ട. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. നമുക്ക് ബേസിക്കലി എക്സാമിന്റെ കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. സോ ഇവിടെ നോക്കിയ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചോദ്യമായിട്ട് വരാൻ ഇരിയുള്ളതാണ് മോഡൽ കോഡ്. കാരണം ഇലക്ഷൻ ഇയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പൊളിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പറയുന്ന ഇലക്ഷനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആക്ടിനകത്ത് കാര്യങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ സാധിക്കുന്നതാണ്. അതിലെ ഒരു ടോപ്പിക്കാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യമേ തന്നെ എന്താണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അതിന്റെ ഇവല്യൂഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ചോദ്യങ്ങളൊക്കെ ആയിട്ട് വേണേൽ വരാം. സോ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇസ് എ കൺസെൻസസ് ഡോക്യുമെന്റ് ആണ് കേട്ടോ. അത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവർക്കിടയിൽ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസെൻസ് ആണ്. ഒരു എന്താ പറയുക, ഒരു സമാധാന ചർച്ചയുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ്, ഒരു കൺസെൻസസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് ഇലക്ഷൻ സമയങ്ങളിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ രീതിയിൽ അവർ സ്വന്തമായി രൂപീകരിച്ചിരിക്കുന്ന ഒരു കൺസെൻസസ് ഡോക്യുമെന്റ് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഹെൽപ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷന് സ്മൂത്ത് ആയിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആർട്ടിക്കൽ 324 പ്രകാരം സ്മൂത്ത് ആയിട്ട് ഇലക്ഷൻ കമ്മീഷന് കണ്ടക്ട് ചെയ്യാനായിട്ട്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഓർക്കണം, ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓപ്പറേഷൻ ആയിട്ട് വരുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന അന്ന് തൊട്ട്,
ഓക്കെ, എന്നാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ ഇലക്ഷൻ ഷെഡ്യൂൾ അവതരിപ്പിക്കുന്നത് അന്ന് തൊട്ട് അൺടിൽ ദ റിസൾട്ട് ഈസ് അനൗൺസ്, അതാണ് പോയിന്റ് ഓർക്കേണ്ടത്. അല്ലാണ്ട് ഇലക്ഷൻ കഴിയുന്നിടം വരെ എന്നല്ല. പറയുവാണെങ്കിൽ കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു, പക്ഷേ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റിൽ എന്ത് ഓൺഗോയിങ് ആണ്, നമുക്കിവിടെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓൺഗോയിങ് ആണ്. കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് രീതി പറയുവാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ഷൻ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുന്ന അന്ന് തൊട്ട് അൺടിൽ ദ റിസൾട്ട് അനൗൺസ്മെന്റ് വരെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓപ്പറേഷൻ ഉള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ സമയങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കോ പൊളിറ്റിക്കൽ പാർട്ടീസിനോ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ലൈക്ക് ഫിനാൻഷ്യൽ ഗ്രാന്റുകളൊന്നും ഗവൺമെന്റുകൾക്ക് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ദെൻ പ്രോമിസ് കൺസ്ട്രക്ഷൻ ഓഫ് റോഡോ കാര്യങ്ങൾ, ഇന്നിടങ്ങളിൽ റോഡ് പണി തരും, അങ്ങനെയുള്ള ഒരു പ്രോമിസും നടത്താനായിട്ട് പറ്റത്തില്ല. ഫെസിലിറ്റീസ് നടത്താൻ പറ്റത്തില്ല. മെയ്ഡ് അഡ്ഹോക് അപ്പോയിന്റ്മെന്റുകൾ കാര്യങ്ങൾ ഗവൺമെന്റിലേക്കോ അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയുള്ള സ്ഥാപനങ്ങളിലേക്കൊന്നും തന്നെ അപ്പോയിന്റ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ ട്രാൻസ്ഫറുകൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയാണ് ട്രാൻസ്ഫറുകൾ ഒന്നും തന്നെ ഈ ടൈം പീരിയഡിൽ നടത്താനായിട്ട് പറ്റത്തില്ല. ദെൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയാണ് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിപ്പൊന്നും ഇല്ല. അതായത് ഒരു പർട്ടിക്കുലർ നിയമമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്താണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുക, എന്തൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പറഞ്ഞു തരാനായിട്ട് ഒരു ആക്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന് ബാക്കപ്പ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ശിക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരാമർശിക്കും മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റുകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ പറഞ്ഞ പോലെ ശിക്ഷിക്കാൻ പാകത്തിൽ ഇന്ത്യൻ പീനൽ കോഡിനകത്തും ഈ പറഞ്ഞ സെക്ഷൻസ് ഉണ്ട്. IPC, അതേപോലെ CRPC, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ഇവിടങ്ങളിലാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഒരാൾ ലംഘിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ശിക്ഷകളാണ് ആൾക്കെതിരായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകുന്നത്. ഇനി ഇതിന്റെ ഡിവല്യൂഷൻ നോക്കണം, കാരണം കേരളത്തിന് വളരെയധികം പ്രാധാന്യം ഇവിടെയുണ്ട്. കേരള വാസ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു അഡോപ്റ്റ് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇലക്ഷൻസ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇലക്ഷന്റെ സമയത്ത് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത് ഈ സംസ്ഥാനമാണ്, കേരളമാണെന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കണം. ശരിക്കും പറഞ്ഞാൽ 1974 വരെ ഒരു ഫോർമൽ മോഡ് ഓഫ് കണ്ടക്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. 1977 ശേഷമാണ് ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, ഒരു ഫോർമൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവന്നുള്ളൊരു കാര്യം ഓർക്കണം. ഈ 77 ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്നെങ്കിൽ പോലും ആ ഒരു ടൈം പീരിയഡിൽ ആരെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഭരിക്കുന്ന റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടിന് ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് 1979 ആണ് ഇലക്ഷൻ കമ്മീഷൻ റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിനെയും കൂടെ ഏതിലേക്ക് ആഡ് ചെയ്തത്, ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിലേക്ക് ആഡ് ചെയ്തത് എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ ഡേയിൽ പോലും നമുക്ക് പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഭാഗമുണ്ട്. അതായത് ഈ പറഞ്ഞ only വോട്ടേഴ്സ് ആൻഡ് ദോസ് വിത്ത് വാലിഡ് പാസ് ഫ്രം ദ ഇലക്ഷൻ കമ്മീഷൻ അലൗഡ് ടു എൻ്റർ പോളിംഗ് ബൂത്തുകൾ എൻ്റർ ചെയ്യാനായിട്ട് ആർക്ക് മാത്രമേ അവകാശമുള്ളൂ, വോട്ടേഴ്സിനും അതേപോലെ വാലിഡ് പാസ്, ഇലക്ഷൻ കമ്മീഷന്റെ വാലിഡ് പാസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ദെൻ ഓൾ ഓതറൈസ്ഡ് പാർട്ടി വർക്കേഴ്സ് അറ്റ് പോളിംഗ് ബൂത്തുകളിലേക്ക് നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടു കാണുമായിരിക്കും, പോളിംഗ് ബൂത്തുകളിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പാർട്ടി വർക്കേഴ്സിനെ കാണാൻ സാധിക്കും. ബട്ട് ദേ ഷുഡ് ബി ഗിവൺ സ്യൂട്ടബിൾ ബാഡ്ജസ് ഓർ ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവരവിടെ പെർമിറ്റ് ചെയ്യുള്ളൂ. ദെൻ ഐഡന്റി സ്ലിപ്പ് സപ്ലൈഡ് ബൈ ദം, അതായത് നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് ഐഡി സ്ലിപ്പുകൾ ബേസിൽ കിട്ടുമല്ലോ, ആ സ്ലിപ്പുകളുടെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് ഓർത്തിരിക്കണം. വോട്ടേഴ്സ് ID സ്ലിപ്പുകൾ ഷാൽ ബി ഓൺ പ്ലെയിൻ വൈറ്റ് പേപ്പറിലായിരിക്കണം ആൻഡ് ഷാൽ നോട്ട് കണ്ടെയ്ൻ എനി സിമ്പിൾ, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഓർ ദ നെയിം ഓഫ് ദ പാർട്ടി. ഇതൊന്നും ഇല്ലാത്ത ഒരു വൈറ്റ് പേപ്പറിലായിരിക്കണം ഈ പറഞ്ഞ പോലെ ആ ഒരു വോട്ടർ ID സ്ലിപ്പുകൾ സപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ വിൽ അപ്പോയിന്റ് ഒബ്സർവേഴ്സ്, നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡേയിൽ ഈ പറഞ്ഞ പോളിംഗ് ഡേയിൽ ഒബ്സർവേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചു. അപ്പം ഇലക്ഷൻ ഒബ്സർവേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു പോയിന്റ് പ്രിലിംസിന് മനസ്സിലേക്ക് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ ആ ചോദ്യത്തിലേക്ക്, ഇത് UPSC PYQ ആണ്, 2017 UPSC ചോദിച്ചാണ്, ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിരുന്നേക്കുക. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള പല പോയിന്റുകൾ ഇതിനകത്ത് ആഡപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കിയിട്ട് either A ഓപ്ഷൻ ആണോ, B ഓപ്ഷൻ ആണോ, C ആണോ, D ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.